ഹായ്! അങ്ങനെ സൺറൈസൊക്കെ കണ്ട ശേഷം നമ്മൾ ഹൈക്കിങ്ങിന് പോകാൻ റെഡിയായി. അവിടെ കുറേ ട്രയൽസ് ഉണ്ടായിരുന്നു. നമ്മൾ പോയത് ക്യൂ മേ പാൻ നേച്ചർ ട്രയലാണ്. ഈ ട്രയൽ അപ്രോക്സിമേറ്റ്ലി 3.2 കിലോമീറ്റർ ലോങ് ആണ്. ഈ ട്രയലിലേക്ക് പോകാൻ നമ്മൾക്ക് ഗൈഡിനെ എടുക്കൽ മാൻഡേറ്ററി ആണ്. ആൻഡ് ഒരു ഗൈഡിന് 200 ബാത്താണ്. ബട്ട് അത് വർത്ത് ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഈ ഹൈക്കിംഗ് കുറച്ചുകൂടെ സ്പെഷ്യലാക്കി അവർ ബൈ ഷെയറിങ് കൂൾ സ്റ്റോറീസ് അബൌട്ട് ദ പ്ലാന്റ്സ് ആൻഡ് നമ്മൾ പോകുന്ന വേയിൽ തന്നെ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ടർഫോൾസിൻ്റെ അരികിൽ കൂടെ പോകുമ്പോൾ തന്നെ ഹൈക്കിംഗ് കുറച്ചുകൂടെ റിലാക്സിങ് ആയിട്ട് തോന്നി. ഈ ക്യൂമേ പാൻ നേച്ചർ ട്രയൽസ് കൂടെ നടക്കുമ്പോൾ ശരിക്കും ഒരു ഡ്രീമിലാണെന്ന് തോന്നുന്നു. അത് രാവിലെയുള്ള മൗണ്ടെയിൻസ് ആൻഡ് വാലീസിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു. അവിടെ കണ്ട ക്ലൗഡ് ബെഡ് ദർ വാസ് സംതിങ് ബിയോണ്ട് വാട്ട് യു സീ ഇൻ ദിസ് വീഡിയോ. അതൊരു ബ്രെത്തേക്കിംഗ് വ്യൂ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രക്കും ഭംഗിയായിരുന്നു. ഈ ക്ലൗഡ് ബെഡിൻ്റെ ഭംഗി കാരണം ഞങ്ങൾ കുറേ നേരം അതിലേക്ക് നോക്കിയിരുന്നു. ഇഫ് യു ഗൈസ് ആർ പ്ലാനിങ് ടു വിസിറ്റ് ചിയാങ് മായ് ആൻഡ് ഹൈക്കിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നവംബർ ആൻഡ് ഫെബ്രുവരിയിൽ വരുന്നതായിരിക്കും അടിപൊളി. അപ്പോൾ വെതർ ഭയങ്കര കൂൾ ആൻഡ് ക്ലിയർ സ്കൈ ആകുമ്പോൾ ഈ പ്ലേസിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റും.